കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. തിരുസന്നിധിയുടെ ഓരോ ദിവസത്തെ എപ്പിസോഡുകൾ നമുക്ക് ഏവർക്കും കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ ഇടയായി തീരുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഈ വചന പഠന പ്രഭാഷണ പരമ്പരയുടെ ഉദ്ദേശം ഈ തലമുറ യേശുവിനെ അറിയുക, യേശുവിനെ മാത്രം അറിയുക, യേശുവിനെ അല്ലാതെ മറ്റാരെയും അറിയാതിരിക്കുക. ക്രിസ്തുവിനെ അറിയുവാൻ താല്പര്യപ്പെടുന്ന ഒരു ആത്മീയ തലമുറയ്ക്കുള്ള ദൂതാണിത്. അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനെ നിർമ്മലതയോടെ കാത്തിരിക്കുന്ന ഒരു മണവാട്ടി സഭയ്ക്ക് വേണ്ടിയുള്ള സന്ദേശമാണിത്. ക്രിസ്തുവിന്റെ കാഹളധ്വനിയിൽ എടുക്കപ്പെടുവാൻ നിർമ്മലതയോടെ കാത്തിരിക്കുന്ന മണവാട്ടിക്ക് വേണ്ടിയുള്ള അരുളപ്പാടാണിത്. ഇത് ഒരു ഉൽപ്രാവണ തലമുറയെ കർത്താവിന് വേണ്ടി ഒരുക്കുന്ന പ്രവാചക ദൂതുകളാണ്. യേശുവിനെ അറിയുവാനും യേശുവിനെ മാത്രം അറിയുവാനും യേശുവിനെ അല്ലാതെ മറ്റാരെയും അറിയാതിരിക്കുന്നതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. വിത്ത് ജീസസ്, ലൈക്ക് ജീസസ്, ഫോർ ജീസസ്. ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിന് വേണ്ടി. അതായി തീരട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. കർത്താവുമായിട്ടുള്ള ഇഴയെടുപ്പം നമ്മുടെ ജീവിതത്തിൽ അധികമായി ഉണ്ടാകുവാൻ ആഗ്രഹിക്കും. അകലങ്ങളില്ലാത്ത, ദൂരങ്ങളില്ലാത്ത, ഭാരങ്ങളില്ലാത്ത ഒരു ക്രിസ്തീയത. അവിടെ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ, കൂടെ വസിക്കുന്നതിൽ, കർത്താവിനോട് കൂടെ എപ്പോഴും ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നതിൽ ഞാൻ അവനെ പോലെ ആയിത്തീരുകയാണ്. നമ്മുടെ വിളിയുടെയും നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെയും നമ്മെ കർത്താവ് അവന് വേണ്ടി വേർതിരിച്ചതിന്റെയും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് പുത്രനെ പോലെ ആയിത്തീരുവാനുള്ള, അവന്റെ സ്വരൂപത്തോട്, അവന്റെ സദൃശ്യത്തോട് ഏകീഭവിക്കുവാനുള്ള ആ ഒരു ആഗ്രഹം, അഭിലാഷം, ആശ, വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാൻ ഇടയായിത്തീരട്ടെ. അപ്പോസ്തലൻ പൗലോസിന്റെ എഴുത്തുകളിൽ ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് തന്റെ പരമപ്രധാനമായ ലക്ഷ്യം, ഉദ്ദേശം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. അക്കാലത്ത് അനേകർക്ക് ക്രൂശ് നിന്ദയുടെയും ശാപത്തിന്റെയും ചിഹ്നമായിരുന്നെങ്കിൽ, അപമാനത്തിന്റെയും ലജ്ജയുടെയും പരാജയത്തിന്റെയും ഒരു ഇടമായിരുന്നെങ്കിൽ, അപ്പോസ്തലൻ പൗലോസ് ക്രൂശിക്കപ്പെട്ട യേശുവിനെ മാത്രം അറിയണമെന്ന്. ആ ക്രൂശായിരുന്നു തന്റെ ലോകത്തോടുള്ള സന്ദേശം. തന്റെ സുവിശേഷം എന്ന് പറയുന്നത് ക്രൂശിൽ മരിച്ചവനെ കുറിച്ചായിരുന്നു. പാപിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഉയർത്തിയ യാഗപീഠമാകുന്ന ക്രൂശ് താൻ എപ്പോഴും ഉയർത്തി കാണിച്ചു. ആ ക്രൂശിൽ അപ്പോസ്തലൻ ദൈവശക്തി കണ്ടിരുന്നു. അത് മാനവ ലോകത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകമായി താൻ എപ്പോഴും അതിനെ വിളംബരം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി എനിക്കിരിക്കണം. മറ്റൊന്നും അറിയാത്തവനായി. ധാരാളം കാര്യങ്ങൾ അറിയാം. ബുദ്ധിയില്, വിദ്യാഭ്യാസത്തില്, അറിവില്, തനിക്ക് ലഭിച്ച ജ്ഞാനത്തില്, പാരമ്പര്യത്തില് ഒക്കെ ധാരാളം കാര്യങ്ങൾ പറയുവാൻ കഴിവുള്ള അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. അടുത്തത് ഈ അപ്പോസ്തലൻ എഫെസ്യ ലേഖനത്തിൽ പറയുന്നത് 1:19 വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. എന്റെ ചിന്ത പൗലോസ് അപ്പോസ്തലന്റെ അറിവുകൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിയണം. ഇവിടെ പറയുന്നു, വിശ്വസിക്കുന്ന നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അറിയണം. 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിങ്ങൾ അറിയണം. അത് കാൽവറി ക്രൂശിൽ വെളിപ്പെട്ട ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയണം. വീണ്ടും ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണം. പ്രിയമുള്ളവരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിന്റെ ശക്തിയെ അറിയണം, കാൽവറി സ്നേഹത്തെ അറിയണം. ഇപ്പോൾ ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. അടങ്ങാത്ത ആഗ്രഹം, അവസാനിക്കാത്ത ആഗ്രഹം. അത് ഭൂമിയിലെ മറ്റ് നേട്ടങ്ങൾക്കോ ലാഭങ്ങൾക്കോ വിജയങ്ങൾക്കോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ലഭിക്കുവാനോ അല്ല. തന്റെ അഭിലാഷം, ആശ, ആഗ്രഹം ഒറ്റ പോയിന്റിൽ ക്രിസ്തുവിനെ മാത്രം അറിയുക, ക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെയും അറിയാതിരിക്കുക. അവനെ അറിയുന്തോറും അവന്റെ സ്വഭാവത്തോട്, അവന്റെ സ്വരൂപത്തോട്, സാദൃശ്യത്തോട് അനുരൂപരായി തീരുവാൻ, ഏകീഭവിക്കുവാൻ ഉള്ള തന്റെ ഉത്കൃഷ്ടമായ ആ വാഞ്ച. അവസാനമായി റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ എല്ലാ വിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയമുള്ളവരെ, ഈ ദിവസം ഈ പുതിയ നിയമ ഭാഗങ്ങളിൽ നിന്നുള്ള അപ്പോസ്തലൻ പൗലോസിന്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ അറിവുകൾ, ഈ ഒരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കൂടുതൽ കർത്താവിനെ അറിയുവാൻ ഈ ശുശ്രൂഷകൾ കാരണമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.